പ്രിയമുള്ളവരെ, 2 ആഴ്ചയോളമായി നമ്മൾ സൂര്യപ്രകാശം നല്ലതുപോലെ കണ്ടിട്ടല്ലേ. അറബിക്കടലിലെ ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമൊക്കെ കേരളം മൊത്തം പല സംസ്ഥാനങ്ങളിലും കേരളത്തിന് വെളിയിലും അതിഗംഭീരമായ കാറ്റും മഴയും ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. അത് നമ്മളുടെ നന്മ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ദയയാ എന്ന് വേണം കരുതാൻ. ഇന്ന് എൻ്റെ മനസ്സിനെ ഓരോ ദിവസവും എന്നെ ഇത്രത്തോളം എൻ്റെ ദൈവം നയിക്കുന്ന കൃപയെ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്. ഇന്ന് വായിച്ചപ്പോൾ ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-3 വാചകങ്ങൾ എന്നെ സ്പർശിച്ചു. ജോയലിൻ്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: വെട്ടുകിളി, വിട്ടിൽ, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. ഇത് ഈ വചനത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജീവിതത്തിലെ ശകലം ഉയർച്ചയുടെ സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വരും. അല്ലെങ്കിൽ ഇച്ചിരി സകല ബിസിനസ്സോ കാര്യങ്ങളോ ആണെങ്കിൽ നമ്മളൊരു ഉയർന്നൊരു നല്ല നിലയിലെത്തുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ലോസ് അവിടെ സംഭവിക്കും. അങ്ങനെ ഉയർച്ചയും അതിനോടടുത്ത് തന്നെ താഴ്ചയും, പിന്നെയും ഉയർച്ച, പിന്നെയും താഴ്ച. അങ്ങനെ ഈ വിട്ടിൽ കുറേ തിന്ന് നശിപ്പിച്ചു. അത് വിട്ടിൽ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് വെട്ടുകിളി, അത് പോരാഞ്ഞിട്ട് പച്ചക്കുതിര, കമ്പിളിപ്പുഴു, അങ്ങനെ ഓരോ കഷ്ടകാലം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നിർത്താതെ കടന്നു വരും അല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു കാരണം? കാരണം ഒരു നന്മയും കാണാനായിട്ട് സാധിക്കാത്ത ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? കഷ്ടകാലങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രമാത്രം എന്ന് അല്ലേ. അപ്പം ഈശോ നമ്മളോട് പറയുവാണ്, നമ്മളോട് പശ്ചാത്താപിക്കാനായിട്ട് പറയുകയാണ്. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുവിന്നും ഈശോ പറയുകയാണ്. നമ്മുടെ കുറവുകളെയൊക്കെ ക്ഷമിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ധൂർത്തപുത്രൻ സ്വന്തം ഇഷ്ടപ്രകാരം ഈശോയിൽ നിന്ന് അകന്ന്, സ്വന്തം പിതാവിൽ നിന്ന് അകന്ന് അവന് നാട് വിട്ടുപോയി. എന്നാൽ അവന് അവൻ്റെ എല്ലാ സുഖഭോഗങ്ങളും കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ അവനെ വളരെ ഹാർദവമായിട്ട് സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ ഈശോ നമ്മളെ ക്ഷമിച്ച് നമ്മളെ സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രം കീറുന്നത് പോലെയല്ല, നമ്മുടെ ഹൃദയം പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ കണ്ണുനീര് വീഴ്ത്തി നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഈ വേദഭാഗത്തിലൂടെ പറയുന്നത്. അങ്ങനെ തിരിച്ചു വന്നാൽ നമ്മളെ എപ്പോഴും എല്ലാ കാലവും നമ്മളെ ആശ്ലേഷിക്കാൻ, നമ്മളെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് എത്ര ദുരിതങ്ങളിലൂടെ നീ കടന്നു പോയിട്ടുണ്ടാലും, വിട്ടിൽ തിന്നാലും വെട്ടുകിളി തിന്നാലും പച്ചക്കുതിര തിന്ന് നശിപ്പിച്ചതൊക്കെ, കമ്പിളിപ്പുഴു തിന്ന് നശിപ്പിച്ചതൊക്കെ നിനക്ക് തിരിച്ചു തരും ദൈവം. ജോബിനെ പോലെ വിശ്വാസത്തോടു കൂടി ജോബിനെ പരീക്ഷിക്കാനായിട്ട് എത്രയോ ദുരിതം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ജോബിൻ്റെ ആ വിശ്വാസമുള്ള ആ ജീവിതത്തിൽ അവൻ്റെ കഷ്ടപ്പാടിലും ദുരിതത്തിലും അവന് ദൈവത്തെ മറന്നില്ല. അതുകൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം അതിൻ്റെ 10 മടങ്ങ് കൂടുതലായിട്ട് അവന് തിരിച്ചു കിട്ടിയല്ലേ. അപ്പോൾ ദൈവം തമ്പുരാന് നമ്മുടെ വീഴ്ചയിലും നമ്മുടെ തകർച്ചയിലും ഒക്കെ ദൈവം നമ്മളോട് കൂടെയിരിക്കും. ജീവിതത്തിൻ്റെ വീഴ്ചകളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക.
പശ്ചാത്താപത്തോടും അനുതാപമുള്ള ഒരു ഹൃദയത്തോടും കൂടി ക്ഷമിക്കുമെന്നോർത്ത് നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കാനായിട്ട് ഉള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനുള്ള കൃപ നമ്മൾക്ക് നൽകും. ദൈവസന്നിധിയിലേക്ക് വളരെ ആത്മാർത്ഥതയോടെ കടന്നു വരാനാണ്. കാരണം ഈശോ പറയുകയാണ്, ഞാൻ ഉദാരമതിയും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാനായിട്ട് സദാ സന്നദ്ധനുമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കുറവുകളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നല്ലൊരു ജീവിതത്തിനായിട്ട് നമ്മുടെ നഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുക്കാനായിട്ട്, നമ്മുടെ പാപങ്ങളും പാപക്കറകളും ഒക്കെ ഏറ്റെടുക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ ജീവിതം, നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈശോയിൽ അരികിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.